ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിപ്പൂസ് വ്ലോഗ് ആൻഡ് ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ ആണ്. എൻ്റെ പുതിയ സ്കിൻ കെയർ റൂട്ടീൻ വീഡിയോ. അപ്പോൾ ഇത്രയും ദിവസം ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല, നല്ല നല്ല സ്കിന്നിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ കരുതി. അപ്പോൾ ഇന്ന് രാവിലെ കുരുണ്ടുണ്ട്. അപ്പം അങ്ങനെയാണല്ലോ. അപ്പം എന്നിട്ട് ഞാനിപ്പോൾ ഈ കുരുവിന് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്, ടാക്നി മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ തേക്കുന്നതെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായി. ഇനി നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ എന്തൊക്കെയാണ് ഫേസിൽ ചെയ്യുന്നത് രാവിലെ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷാണ്. അപ്പോൾ ഞാൻ ഏതാ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നോക്കാൻ കാണിച്ചു തരാം. രാവിലെ എണീറ്റ പാട് ചെയ്യുന്ന ഫസ്റ്റ് സ്കിൻ കെയർ റൂട്ടീൻ അതാണ്. ഞാൻ നമ്മളെ സ്കിന്ന് ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫേസ് വാഷാണ് സാൻസിലിക്കിൻ്റെ ടേമയുടെ ഫേസ് വാഷ്. അവിടെ പുതിയ യൂട്യൂബുകളുടെ പ്ലാനിങ് വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് വെച്ചാൽ നല്ല നിങ്ങളുടെ സ്കിന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഓയിൽ സ്കിൻ ആണെങ്കിൽ ഓയിൽ സ്കിന്നിന് പറ്റുന്ന ഫേസ് വാഷ്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഫേസ് വാഷ്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാം ഡ്രൈ സ്കിൻ എടുക്കാം കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ ഇത് തേക്കുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് എപ്പോഴും നമ്മളിത് യൂസ് ചെയ്തപ്പോൾ ഡ്രൈ ആവുന്ന കരുതിയിട്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് നല്ല ഇത് നല്ലോണം വെച്ചാൽ റേറ്റിംഗ് നമുക്ക് 7 കൊടുക്കാം, പക്ഷേ ഇത് നമുക്കൊരു 10 കൊടുക്കാം കേട്ടോ. നല്ലതാണ് ഫോർ ഓയിൽ സ്കിൻ. ഞാൻ ചെയ്യാറുള്ളത് രാവിലെ തന്നെ എണീറ്റിട്ട് ഇതുപോലെ ഐസിൽ വെള്ളം വെച്ച് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് വെച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ വെറുതെ തള്ളാന്ന് നമുക്ക് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇറ്റ്സ് ടു ഗുഡ് ഗൈസ്. നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് വെക്കുക. ആൻഡ് എന്നും വന്ന് വെള്ളം നിറച്ച് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ ഒരു പാത്രം ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് ഫേസ് ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പാത്രമാണ് കേട്ടോ. എന്നിട്ടാണ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വെള്ളം നിറക്കുക, ഡിപ്പ് ചെയ്യാം. ഗൈസ്, ഞാനിപ്പോൾ എടുക്കുന്നത് ഞാൻ ഇന്നലെ മേടിച്ച ഇന്നലെ ഞാൻ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡ്. അതിൽ ഞാൻ സ്റ്റാൻഡ് ഭയങ്കര സന്തോഷം. കാരണം അതിലിപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കണം. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കണ്ട, എനിക്ക് ജസ്റ്റ് ഇത് മാത്രം വാങ്ങി പിടിച്ചാൽ മതി. മറ്റേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറേ ബുക്ക്, കുറേ ബോക്സ് അത് കട്ടിക്ക് വെച്ച് അതിനെ വിലക്കം ചെയ്യാറ്. ഇതാകുമ്പോൾ എനിക്ക് ഒന്നും അറിയണ്ട. ആൻഡ് ഗൈസ്, ഈ പിമ്പിളിന് വരെ ഈ ഐസിൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ബാക്കിൽ നടക്കുന്നത് ഇഗ്നോർ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളൊരു 15 മിനിറ്റോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഐസ് ബേൺ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓവർ നേരം ഐസിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കരുത്. നമ്മൾ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്തിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. നമ്മൾ ഭയങ്കരമായിട്ട് തളർത്ത പോലെ ആയിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് വേഗം അറിയാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ ചെറുതാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലേറ്റഡല്ലോ ലേറ്റഡല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ടർക്കി ഫേസിന് വേണ്ടി മാത്രം നിങ്ങൾ മാറ്റി വെക്കുക. പറയുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായി തോന്നും, പക്ഷേ അല്ല. നിങ്ങളിത് ബാക്കി തുറക്കുകൊണ്ടും നമ്മൾ കുപ്പായൊക്കെ എടുത്ത് തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൽ കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യുമ്പോൾ ഇതിനായിട്ടൊരു ടർക്കി യൂസ് ചെയ്യുക. ഫേസ് തുറക്കാൻ വേണ്ടി മാത്രം പറ്റുമെങ്കിൽ മൈക്രോഫൈബറിൻ്റെ ടർക്കി ഉണ്ട്, അത് യൂസ് ചെയ്യാൻ നോക്കുക. വെള്ളം വെളിച്ച സ്റ്റേജിലാണ് കുറച്ച് റെഡിഷ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക്. ദാറ്റ്സ് നമ്മളിപ്പോൾ ഐസ് വെച്ചതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ്റെതാണ് അങ്ങനെ കാണുന്നത്. വേറെ ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ഞാൻ രാവിലെ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ഇളം ചൂടിൽ നമ്മൾ ഓൾറെഡി ആക്കി വെച്ച ഇത് ABC ജ്യൂസിൻ്റെ ക്യൂബ്സാണ്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഡെയിലി ആദ്യം ഇങ്ങനെ ക്യൂബ്സ് ഇതിങ്ങനെ അടിക്കുക ചെയ്യാറ്. ഈ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും കൂടെ അടിച്ചിട്ട് ഞാൻ അങ്ങനെ കുടിക്കുക ചെയ്യാറ്. പക്ഷേ അതിനുള്ള ടൈമും കാര്യങ്ങളും പിന്നെ ഇല്ലാത്തതുകൊണ്ടും ചില സമയത്ത് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ക്യൂബ്സാക്കി ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. ഇങ്ങനെ ക്യൂബ്സാക്കി വെക്കും. സോ ദാറ്റ് എനിക്ക് രാവിലെ വെച്ചിട്ട് ഇതുപോലത്തെ ഇളം ചൂട് വെള്ളത്തിൽ നമുക്കിത് ഇട്ടാൽ മതി. ഞാനത് രാവിലെ കുടിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ചെയ്യാമല്ലേ സ്റ്റാൻഡിലാണ്. ഇത്ര വൃത്തിയിൽ ഇങ്ങനെ വെക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പക്ക ഇപ്പോൾ ഇത് കാണുമ്പോൾ യൂട്യൂബർ എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇത് പിടിച്ച് ട്രൈപ്പോഡ് പിടിച്ചിറങ്ങുമ്പോഴൊക്കെ അയ്യോ വീഡിയോ ഉണ്ടോ വ്ളോഗ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഞ്ഞിട്ടാ. ഇത് വലിയ ടേസ്റ്റൊന്നുമില്ല ഗൈസ്, സത്യം പറയാലോ. ഞാൻ കണ്ണും പൂട്ടിയാണ് കുടിക്കാറാണ്. കാരണം നമ്മൾ പഞ്ചസാരൊന്നും ഇടുന്നില്ല. പിന്നെ ബീട്രൂട്ടിൻ്റെ പച്ചച്ചവ ഉണ്ടാവും. ബട്ട് ഗ്ലോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
കുടിക്കുന്നതല്ല, അതിൽ വെറുതെ മറ്റേ വെള്ളം കുടിക്കാറ്. ദിസ് ഇസ് ഫോർ ഓൺലി ഫോർ സ്കിൻ ഗ്ലോ വേണ്ടി മാത്രമാണ് നമുക്ക് ബീട്രൂട്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ABC ജ്യൂസിൻ്റെ കൂടെ നിങ്ങൾക്ക് നെല്ലിക്കയുടെ നീര് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് നല്ലതാണ്. ഓക്കെ, ഇനി ഒന്നും എൻ്റെ സ്കിന്നിന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊന്നും ഞാൻ രാവിലെ തേക്കൂല. ഈവൻ ഓഫീസിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ തേക്കാറുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടുന്ന് തേച്ചിട്ട് നമ്മൾ നമസ്കാരമൊക്കെ നോക്കുമ്പോൾ പോകും, അതുകൊണ്ട് ഞാൻ തേക്കാറില്ല. ഈവനിങ് ആകുമ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് കളർ ഇല്ലുകൊണ്ട് തന്നെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഫോർ സ്കിന്നിന്. അത് ഞാൻ ഈ ക്ലിപ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ. 2, 3, 4, 5, 6, 7, 8. ഹായ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചു. ഇപ്പോൾ സമയം വന്നിട്ട് രാത്രി 10 മണി 10:30 ഒക്കെ ആകാനായി. ഈ ടൈം ആകുമ്പോഴാണ് ഞാൻ പിന്നെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുക. കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിൽക്കും ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ മുടിയൊക്കെ കെട്ടി മുടഞ്ഞിട്ടിട്ടാണ് കിടക്കുക രാത്രി. ഞാനിപ്പോൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്, ആപ്സ് ഗുഡ്നസിൻ്റെ ഫെനുഗ്രീക്ക് ഒരു ആൻറ്റി ഹെയർ ഫോൾ സ്കാൽപ്പ് സെറം. ഇതിൻ്റെ 4ാമത്തെ കുപ്പിയാണ്, 4ാമത്തെ വലുത്ത് മേടിച്ചത്. ഞാൻ മുന്നേ 2-3 വീഡിയോസ് ഞാൻ പറഞ്ഞിട്ട് തോന്നി സാധനം ഹെയർ ഫോൾസിന് കുറക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് കുറക്കുന്നുണ്ട്, പക്ഷേ ഹെയർ ഗ്രോത്തിന് നല്ല പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ സാധനം. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ ഫേസിൽ ക്ലിയർ ആയിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊക്കെ ഒരു 2 കുരുന്ന് ജാലം കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യും 2 പ്രാവശ്യമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യാമെന്നുള്ളത്. എന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നും ഞാൻ മുഖം കഴുകി രാത്രി ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലൊരു ഓലയാണ് ഇപ്പോൾ ഞാൻ തേക്കാറ്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം പ്ലമ്മിൻ്റെ ടോണർ യൂസ് ചെയ്തിട്ട് നൈറ്റ് ക്രീമാണ് ഞാൻ തേക്കാറ്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും മസാജ് ചെയ്യും. മസാജ് വാഷ് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യും. ലിപ് ബാം അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ സെറം എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യാം. ഓക്കെ, എക്സ്ഫോളിയേറ്ററിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാനത് അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യാം. എന്നിട്ട് നോക്കുകൊണ്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ്. കൈ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ്, കൈയൊക്കെ നേരക്കി കൂടെ മുഖം വിചാരിക്കരുത് പ്ലീസ്. ഞാൻ എത്ര കാലം സൈറ്റിലത്തെ ടാനും സ്കൂട്ടി അടിച്ച ടാനുമാണ് എൻ്റെ കൈമുള്ളത്. ഓക്കെ, അപ്പോൾ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം ആണ് നമ്മൾ AHA + BHA ബിഗിനർ ഫേസ് പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് തോന്നിയ പോലെ യൂസ് ചെയ്തിട്ട് ഗൈസ്. കുരുള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാം. നിറം ഫുൾ ഇപ്പം ഞാൻ പൈപ്പ് ഇടുമ്പോഴാണ് അപ്പോൾ ടൈം വന്നിട്ട് 10:30 10-15 മിനിറ്റോ മാക്സിമം ഞാൻ വെക്കും. എന്നിട്ടാണ് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളയാറ്. അതിൻ്റെ മുന്നൊക്കെ ഒരു കാര്യം, പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സൊക്കെ ഞങ്ങൾ കാണിച്ചു തരാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡോക്കിൻ്റെ അണ്ടർ ആം ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ടു ബി ഓണസ്റ്റ് എനിക്ക് വലിയ റിസൾട്ട് ഉണ്ടായിട്ടില്ല. കുറേ പേര് ഞാൻ അത് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, കുറേ ഇൻഫ്ലുവൻസേഴ്സ്. എനിക്ക് തോന്നുന്നു പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പറയാണ് ഇതത്ര പോത്തല്ല. വല്ല ലേസർ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പക്ക ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് പ്രിസ്ക്രൈബ് ചെയ്തതായിരിക്കും വെക്കുന്നത്. അത്യാവശ്യം റേറ്റുള്ള ചോദിച്ചു കഴിഞ്ഞാൽ 300-ൻ്റെ അടുത്തുണ്ട് റേറ്റ്. ജസ്റ്റ് സ്പ്രേ പോലെ ഞാൻ ഒരു അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, ഇങ്ങനെ അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തേക്കാം. പണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ ഒരു തേങ്ങയും തോന്നിയിട്ടില്ല. കുറേ ദിവസം ഞാൻ അടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ ചിലപ്പോൾ കുറേ ആയിരിക്കും. അല്ലാണ്ട് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ മേടിച്ചിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ചിലർക്ക് ഓരോരുത്തർക്ക് ഓരോതായ പോലെ ആയിരിക്കുമല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ പൈസ കളയാൻ താല്പര്യമില്ലെങ്കിൽ ഇത് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 11 മണിയായി. അത് ട്രൈ ചെയ്തിട്ട് നമ്മൾ കൂടുതൽ നേരം വെച്ചിരുന്നാലും പ്രശ്നമാണ്. ഈ മുഖത്ത് എപ്പോഴും ഉണ്ട് കേട്ടോ സാധനം. നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയണം. അതും യൂസ് ചെയ്ത് ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയണം. ഓക്കെ,
ആസിഡൊന്ന് ട്രൈക്കും വായ തുറന്നിച്ചെത്തിക്കരുത്. അപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റേ ഫേസ് വാഷാണ്. ഓൾറെഡി നമ്മൾ ആദ്യം മറ്റേ ഫേസ് വാഷ് യൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് സെറ്റുള്ളൂ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ ഗുവാഷയാണ്. ഗുവാഷ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഈ സെറം ഇത് എക്സ്പോർട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടുതൽ വേറെ കുറച്ച് കുത്തുന്ന സെറോ അല്ലെങ്കിൽ ക്രീംസോ ഒന്നും തന്നെ തേക്കാൻ പാടില്ല. മൈൽഡായിട്ടാണ് ഇന്ന് തേക്കുന്നത്. ഞാൻ എന്നും പറഞ്ഞില്ല, ഓലയാണ് ഞാൻ തേക്കാറ്. ഓലയിൽ അത്യാവശ്യം കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. മറിച്ച് ഭയങ്കര ഹൈഡ്രേറ്റ് ചെയ്യുന്ന വെള്ള സെറമാണ് ഞാൻ തേക്കാൻ പോകുന്നത്. ഓക്കെ, യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്നെയിൽ പെപ്റ്റൈഡാണ്. നമ്മുടെ സെയിം ബ്രാൻഡ് തന്നെയാണ്. എല്ലാം ഫുൾ ഡെർമാക്കോൻ്റെ വല്ല പ്രൊമോഷൻ പോലെയല്ലോ. ഇത് നമ്മൾ ഭയങ്കര സ്നെയിലിൻ്റെ മറ്റേ നമ്മൾ കോസാറക്സിൻ്റെ ഇതില്ലേ അതിൻ്റെ ഒരു ഡ്യൂപ്പാണ് സംഭവം. കുറച്ച് ബ്രേക്ക് ആയി കാരണം സ്റ്റോറേജ് ഞാൻ ആലോചിക്കുന്നുണ്ട് സ്റ്റോറേജ് തീരാത്ത. അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്നെയിൽ പെപ്റ്റൈഡിൻ്റെ ഡെർമാക്കോഡിൻ്റെ അതുകൊണ്ട് തേച്ചിട്ടുണ്ട്. അധികം തേക്ക് അയ്യോ നമ്മളിത് യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ വെറും ബിഗിനറാണ്, കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഐ മീൻ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഈ ചെറിയ ഭാഗം മേലോട്ടും വലിയ ഭാഗം താഴോട്ടും യു ക്യാൻ മൂവ് ടുവേർഡ്സ് അപ്പ്. ഈ സൈഡിലും 1 2 2 പുറമേക്ക് എന്തിനാ മാസ്ക് ഇട്ടിട്ടാണോ 3 4 6. ഓക്കെ, ഈ പോർഷൻ കൊണ്ട് നമുക്ക് ഓക്കെ ഓക്കെ ഈ പോർഷൻ ചെറിയൊരു ലിഫ്റ്റിംഗ് വന്നില്ലേ, അതൊരു ഇൻസ്റ്റൻറ്റ് ഇതാട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ 2 നേരം യൂസ് ചെയ്യാം. രാവിലെ യൂസ് ചെയ്യാം, രാത്രി യൂസ് ചെയ്യാം. ഈ പോർഷൻ വെച്ചിട്ട് നമുക്ക് ഐഡോടെ ഇങ്ങനെ യൂസ് ചെയ്യാം. ഓർ യു ക്യാൻ യൂസ് ലൈക്ക് ദിസ്. എനിക്ക് കൂടുതൽ ലിഫ്റ്റ് എത്താൻ തോന്നിയുള്ളൂ. ഇങ്ങനെ അപ്പോൾ ശരിക്കും ലിഫ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് മുഖത്തും ഹെയറും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലിപ്പാണ്. ലിപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡീകൺസ്ട്രക്ഷൻ നല്ല കേട്ടോ. പിഗ്മെൻറ്റഡ് ലിപ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. വലിയ കളറും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പിഗ്മെൻറ്റേഷൻ നന്നായി കുറക്കും. പിന്നെ ഒരു ലിപ് മാസ്ക് ആണ് ഡോട്ട് ആൻഡ് കീയുടെ, അത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും കഴിഞ്ഞ് രാത്രിക്കത്തെ എല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കറണ്ട് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ സ്കിന്നെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിച്ച റൂട്ടീനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മേടിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്കാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.